ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഉണ്ണീസ് ടേസ്റ്റി റെസിപ്പി. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെട്ട് കേക്കാണ്. അതായത് നമ്മുടെ ചായക്കടയിലൊക്കെ പണ്ട് നമ്മൾ കണ്ടിരുന്ന യെല്ലോ കളറുള്ള അതേ വെട്ട് കേക്ക്. അപ്പോൾ എങ്ങനെയാണ് ഈ വെട്ട് കേക്ക് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനതൊരു മിക്സി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സിയിലാണ് നമ്മളതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ്. അപ്പോൾ ഈ മുട്ടയിലാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പം നമ്മൾ 3 മുട്ടയും ഇട്ട് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു മണത്തിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 3 ഏലക്കയും കൂടെ ഇടാം. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ള സോഡാപ്പൊടിയും കൂടെ ഇടാം. കാരണം മാവ് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സോഡാപ്പൊടി ഇടുന്നത്. എന്നിട്ടിത് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം ഞാനിതിൽ കളറ് ചേർത്തിട്ടില്ല കേട്ടോ. കാരണം കുറേ ദിവസമായിട്ട് ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ ഫുൾ കളർ ചേർത്തിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിൽ ഞാൻ കളർ ചേർത്തിട്ടില്ല. പക്ഷേ കളർ ചേർത്താൽ നല്ലൊരു യെല്ലോ കളർ കിട്ടും, ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മൈദ ഇടാം. അപ്പോൾ നമ്മൾ മൈദ ഇട്ട് കുഴയ്ക്കുമ്പോൾ നമുക്കൊരു ലൂസ് ബാറ്ററായിട്ട് തോന്നും. പക്ഷേ നമ്മളിതിനെ ചപ്പാത്തിയുടെ പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ മുട്ടയുടെ നനവിൽ തന്നെ വീണ്ടും വീണ്ടും പൊടി ഇട്ടിട്ട് നമുക്ക് ചപ്പാത്തിയുടെ ടൈറ്റ് ആവുന്ന വരെ നമുക്ക് ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 2.5 കപ്പ് മൈദ ഇതിന് വേണ്ടി വന്നു. 2.5 കപ്പ് മൈദ കേട്ടോ ഇതിന് ഉപയോഗിച്ച്. എന്നിട്ട് നമുക്ക് ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചിട്ട് 10 മിനിറ്റത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കിന് ഈ മാവ് ഒന്ന് സെറ്റായി കിട്ടും. അപ്പോൾ ഇപ്പം ഞാൻ കുഴച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. നമുക്കിനി ഇത് ഷേപ്പാക്കിയെന്ന് എടുക്കണം. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഈ മാവിനെ കറക്റ്റ് 2ആക്കി മാറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ കുറച്ച് കട്ടി കൂട്ടിയിട്ടാണ് ഇതിനെ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അതായത് നമ്മൾ ചായക്കടയിൽ കിട്ടുന്ന കേക്കിൻ്റെ കട്ടി കണ്ടിട്ടില്ലേ, ആ ഒരു വലുപ്പത്തിൽ തന്നെ കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കട്ടിയാക്കിയത്. അപ്പോൾ ഈ വെട്ട് കേക്ക് തന്നെ ശരിക്കും 2 ടൈപ്പ് ഉണ്ട്. കാരണം 4 ഭാഗത്തും വെട്ടുള്ളതുണ്ട്, ഒരു ഭാഗത്ത് മാത്രമായിട്ട് വെട്ടുള്ളതുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ശരിക്കും ഈ ഒറ്റ ഭാഗത്തുള്ള വെട്ടുള്ള കേക്കാണ് കിട്ടുന്നത്. ഇവിടെയൊക്കെ ആണെങ്കിൽ ഇതാ ഇങ്ങനെയും കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ ഞാൻ മാറ്റി വെക്കാം. അപ്പോൾ ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് ഇതേപോലെ ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ആക്കിയിട്ട് വരാം. ഇപ്പം ഞാൻ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കട്ടിയുള്ളത് കൊണ്ടാണ് ഇത് കിട്ടിയത്. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇത്രയും കട്ടിക്ക് ഉണ്ടാക്കണമെന്നില്ല, ചെറിയ ചെറിയ വലുപ്പത്തിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ അടുപ്പിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടാക്കുമ്പോൾ ഇത് ഓരോന്നായിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എണ്ണ നന്നായിട്ട് ചൂടാകുക. എന്നിട്ട് ഇതിടുമ്പോഴത്തേക്കിന് തീ നന്നായിട്ട് കുറയ്ക്കണം. കാരണം ഇതിൻ്റെ പുറം നന്നായിട്ട് മുരിഞ്ഞു പോകും, അകം വേകാതെ ഇരിക്കും, നന്നായിട്ട് വേകാതിരിക്കും. അപ്പോൾ നമ്മൾ ഇത് കുറേ സമയം എടുത്ത് വേണം ഇത് വേവിക്കാൻ. പക്ഷേ ഇത്രയും കട്ടിയില്ലെങ്കിൽ ഇതിലും കുറച്ച് സമയം മതിയാവും. നമ്മളിപ്പോൾ ഇത്രയും കട്ടിയിലാണ് ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെ സമയം വേണ്ടി വരുന്നത്. പിന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൽ കളർ ചേർക്കാത്തത് കൊണ്ട് ഒരു ക്രീം കളറാണ് ഇതിന് ഇപ്പോൾ ഉള്ളത്. നമ്മൾ പക്ഷേ കടയിൽ നിന്ന് വാങ്ങുന്നത് നല്ല യെല്ലോ കളറല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കളർ ചേർക്കാം, മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പം ഇതേപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് നല്ല കളർഫുള്ളാക്കി വേണമെങ്കിൽ എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഈ സ്നാക്സ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നേ ഉള്ളൂ. പെട്ടെന്നൊന്നും കേടും വരില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മളിതിനെ കോരി മാറ്റണം. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഇതേപോലുള്ള ഈവനിങ് സ്നാക്സ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കാണും, അത് നിങ്ങളൊന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ തുടർന്നും സപ്പോർട്ട് ഉണ്ടാകുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.